തൃശൂരിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥി സുരേഷ് ഗോപി തിരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചുവെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ദൈവത്തിന്റെ പേരിൽ വോട്ട് പിടിക്കുന്നത് ചട്ടലംഘനമാണെന്നും സ്ഥാനാർത്ഥിയുടെ വിശദീകരണം കേട്ട ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ പറഞ്ഞു. എന്നാൽ ചട്ടലംഘനം നടത്തിയിട്ടില്ലെന്നാണ് സുരേഷ് ഗോപിയുടെ നിലപാട്. അയ്യപ്പന്റെ പേര് പറഞ്ഞ് പ്രചരണം നടത്തിയ സുരേഷ് ഗോപി മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചുവെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആദ്യ വിലയിരുത്തൽ. ദൈവത്തിന്റെ പേരിൽ വോട്ട് പിടിക്കാൻ ആർക്കും അധികാരമില്ല. യുക്തമായ തീരുമാനമെടുക്കാൻ റിട്ടേണിംഗ് ഓഫീസർക്ക് അധികാരമുണ്ട്. സ്ഥാനാർത്ഥിയുടെ വിശദീകരണം കേട്ട ശേഷം തുടർ നടപടി ഉണ്ടാകുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ വ്യക്തമാക്കി. റിട്ടേണിംഗ് ഓഫീസർ ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റി ആൻഡ് പൊളിറ്റിക്കൽ പാർട്ടീസ്, രാഷ്ട്രീയ കക്ഷികൾ എല്ലാം റിട്ടേണിംഗ് ഓഫീസർ പറഞ്ഞ പോലെ പാലിക്കാൻ ബാധ്യസ്ഥരാണ്. അവർ നോട്ടീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മര്യാദയ്ക്ക് ഒരു മറുപടി കൊടുക്കേണ്ടതാണ്. തൃശൂർ ജില്ലാ കളക്ടർ ടി.വി. അനുപമയുടെ നടപടി ശരിയാണെന്നും റിട്ടേണിംഗ് ഓഫീസർക്ക് വിശദീകരണം ചോദിക്കാൻ അധികാരമുണ്ടെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നു. അത് കളക്ടർക്ക് എല്ലാ അധികാരങ്ങളുണ്ട്. പ്രഥമ ദൃഷ്ട്യ എന്തെങ്കിലും ഒരു പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണെങ്കിൽ കളക്ടർക്ക് നടപടി എടുക്കാം. അതേസമയം ചട്ടലംഘനം നടത്തിയിട്ടില്ലെന്നാണ് സുരേഷ് ഗോപിയുടെ നിലപാട്. കളക്ടറുടെ നോട്ടീസിന് മറുപടി നൽകും. അതൊക്കെ പാർട്ടി നോക്കിക്കോളും. എന്താ പറഞ്ഞതെന്ന് എനിക്ക് ബോധ്യമുണ്ട്. അതവിടെ ബോധ്യപ്പെടുത്തും. ആ നോട്ടീസിന് മറുപടി കൊടുക്കും. അതിൽ കൂടെ എൻ്റെ അയ്യൻ്റെ അർത്ഥം എന്താണെന്നൊന്ന് പരിശോധിച്ചോളൂ. എന്ത് ജനാധിപത്യമാണിത്? 48 മണിക്കൂറിനുള്ളിൽ വിശദീകരണം നൽകണമെന്നാണ് തെരഞ്ഞെടുപ്പ് ഓഫീസറായ ജില്ലാ കളക്ടർ ടി.വി. അനുപമ സുരേഷ് ഗോപിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സുരേഷ് ഗോപിയുടെ വിശദീകരണം ലഭ്യമായ ശേഷം ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത്. തൃശൂർ സ്വരാജ് റൗണ്ടിൽ വോട്ടഭ്യർത്ഥിച്ചുകൊണ്ട് സുരേഷ് ഗോപി നടത്തിയ പ്രസംഗമാണ് വിവാദമായത്. ന്യൂസ് 18 തിരുവനന്തപുരം. ശബരിമലയുടെ പേരിൽ വീണ്ടും ഏറ്റുമുട്ടി ബി.ജെ.പിയും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനും. തൃശൂർ ജില്ലാ കളക്ടർ ടി.വി. അനുപമ മുഖ്യമന്ത്രിക്ക് ദാസ്യപ്പണി ചെയ്യുകയാണെന്ന് ബി.ജെ.പി. വിമർശിച്ചു. കളക്ടറെ ഭീഷണിപ്പെടുത്താൻ അനുവദിക്കില്ലെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തിരിച്ചടിച്ചു. ശബരിമല പ്രചാരണ വിഷയമാക്കരുതെന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശത്തെ തുടർന്നായിരുന്നു ബി.ജെ.പിയും കമ്മീഷനും തമ്മിലുള്ള ആദ്യത്തെ പോര്. മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ സർവകക്ഷി യോഗം വിളിക്കുകയും ശബരിമലയുടെ പേരോ ചിത്രമോ ഉപയോഗിക്കരുതെന്ന ധാരണയിലെത്തുകയും ചെയ്തു. എന്നാൽ ശബരിമല പ്രചാരണ വിഷയം തന്നെയാണെന്നാണ് പിന്നെയും ബി.ജെ.പി. നേതാക്കൾ ആവർത്തിച്ചത്. ഇതിന്റെ ഭാഗം തന്നെയായിരുന്നു സുരേഷ് ഗോപിയുടെ തൃശൂരിലെ പ്രസംഗം. നമ്മുടെ അയ്യൻ, ആ അയ്യൻ എന്റെ വികാരമാണെങ്കിൽ ഈ കിരാത സർക്കാരിനുള്ള മറുപടി ഈ തെരഞ്ഞെടുപ്പിലൂടെ കേരളത്തിലല്ല ഭാരതത്തിൽ മുഴുവൻ അയ്യന്റെ ഭക്തർ മുഴുവൻ അത് അലയടിപ്പിച്ചിരിക്കും. 48 മണിക്കൂറിനകം സുരേഷ് ഗോപി മറുപടി നൽകണമെന്ന് നിർദ്ദേശിച്ച ജില്ലാ കളക്ടർക്കെതിരെ രൂക്ഷ വിമർശനവുമായാണ് ബി.ജെ.പി. നേതാക്കൾ രംഗത്തെത്തിയത്. പിണറായിയുടെ ദത്തുപുത്രിയാകാൻ അനുപമ ശ്രമിക്കുന്നുവെന്നും ബി.ജെ.പി. നേതാക്കൾ പറഞ്ഞു. ഒന്നുകിൽ കളക്ടർക്ക് വിവരക്കേട്, അതല്ലെങ്കിൽ ഈ സർക്കാരിൻ്റെ ദത്തുപുത്രിയാവാനുള്ള ദാസ്യപ്പണി. പ്രസംഗത്തിൽ ശബരിമലയെക്കുറിച്ചോ അയ്യപ്പനെക്കുറിച്ചോ പരാമർശിക്കൽ തെറ്റൊന്നുമില്ല. റിട്ടേണിംഗ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടറെ ഭീഷണിപ്പെടുത്തുന്നതിനെ ഗൗരവത്തോടെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണുന്നത്. കളക്ടർമാരെ, റിട്ടേണിംഗ് ഓഫീസർമാരെ ഭീഷണിപ്പെടുത്താൻ പാടില്ല. അത് യാതൊരു കാരണവശാൽ അത് ഞങ്ങൾ അംഗീകരിക്കില്ല. എന്നാൽ താൻ ജോലി ചെയ്യുന്നുവെന്നും രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് മറുപടിയില്ലെന്നുമാണ് അനുപമയുടെ നിലപാട്. ജില്ലാ കളക്ടറെ ഭീഷണിപ്പെടുത്തിയെന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിലയിരുത്തൽ കൂടുതൽ കടുത്ത നടപടിയുടെ സൂചന കൂടിയാണ്. ന്യൂസ് 18 തൃശൂർ. കോഴ ആരോപണത്തിൽ എം.കെ. രാഘവനോട് അന്വേഷണ സംഘത്തിന്റെ മുൻപിൽ ഹാജരാകുവാൻ പോലീസ് നിർദ്ദേശം. അഡീഷണൽ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ പി. വാഹിദാണ് രേഖാമൂലം നിർദ്ദേശം നൽകിയത്. കേസിൽ രാഘവന്റെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും. അതേസമയം കേസ് CBI അന്വേഷിക്കണമെന്ന ആവശ്യവുമായി KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ രംഗത്തെത്തി. എം.കെ. രാഘവനെതിരായ കോഴ ആരോപണത്തെക്കുറിച്ച് വിശദമായി അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ടിക്കാറാം മീണയുടെ നിർദ്ദേശം. അഡീഷണൽ ഡെപ്യൂട്ടി കമ്മീഷണർ പി. വാഹിദിനാണ് അന്വേഷണ ചുമതല. അന്വേഷണത്തിന്റെ ഭാഗമായി നേരിട്ട് ഹാജരാകുവാൻ ആവശ്യപ്പെട്ട് പോലീസ് രാഘവന് രേഖാമൂലം നിർദ്ദേശം നൽകി. രാഘവനെ വിളിച്ചു വരുത്തുന്ന അന്വേഷണ സംഘം അദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്തും. ഇന്നലെ മൊഴി രേഖപ്പെടുത്താൻ എത്തണമെന്ന് രാഘവനെ അറിയിച്ചിരുന്നുവെങ്കിലും ഹാജരായിരുന്നില്ല. അതേസമയം അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കുമെന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ വ്യക്തമാക്കി. കേസ് CBI അന്വേഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഏത് അന്വേഷണത്തെയും ഞാൻ നേരിടാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് അവിശ്വസിക്കേണ്ട കാര്യമാണ് എന്നെനിക്ക് തോന്നുന്നില്ല. രാഘവൻ നൽകിയ പരാതിയിലും
മറ്റൊരു അന്വേഷണം നടക്കുന്നുണ്ട്. ഇതിന്റെ ചുമതല ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ ജമാലുദ്ദീനാണ്. ഈ രണ്ട് അന്വേഷണവും വേഗത്തിൽ പൂർത്തിയാക്കുവാൻ തന്നെയാണ് പോലീസ് തീരുമാനം. രാഘവൻ പ്രഥമദൃഷ്ട്യാ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞ പശ്ചാത്തലത്തിൽ അയോഗ്യനാക്കണമെന്നാണ് CPM നിലപാട്. ന്യൂസ് 18 കോഴിക്കോട്. MK രാഘവനെതിരായ കോഴ ആരോപണം കോഴിക്കോട് മണ്ഡലത്തിൽ പ്രധാന പ്രചാരണായുധമാക്കി LDF. രാഘവന് പ്രതിരോധം തീർത്ത UDF ഒന്നടങ്കം രംഗത്തുണ്ട്. സ്ഥാനാർത്ഥികളുടെ പര്യടന പരിപാടി ആരോപണ പ്രത്യാരോപണങ്ങൾ കൊണ്ട് നിറയുകയാണ്. കോഴിക്കോട് മണ്ഡലത്തിൽ വ്യക്തമായ മേൽക്കൈയുമായി MK രാഘവൻ പ്രചാരണ രംഗത്ത് മുന്നേറുമ്പോഴാണ് ഇടുത്തി പോലെ കോഴ ആരോപണം വന്നത്. എതിരാളിക്കെതിരെ വീണ്ടും കിട്ടിയ അവസരം പ്രചാരണ രംഗത്ത് സജീവ ചർച്ചയാക്കി മാറ്റുകയാണ് LDF. ചെറു സ്വീകരണ പരിപാടികളിൽ പോലും LDF കോഴ വിഷയം ഉന്നയിക്കുന്നു. ഈ രാജ്യത്തിലെ ഈ സ്ഥലക്കച്ചവടത്തിന്റെ ബ്രോക്കറായിട്ടാണോ ഒരു ജനപ്രതി മാറേണ്ടത്? അല്ല, തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ഫണ്ടാണ് ചോദിച്ചതെങ്കിൽ നിങ്ങൾ ഉത്തരം പറയേണ്ടെന്ന കുറേയേറെ ചോദ്യങ്ങളുണ്ട്. ഇന്ന് വയർത്തൊലിക്കുകയാണ്. എന്നെ വിട്ടേക്ക്, എന്നെ ഒന്ന് വിട്ടുതരണമെന്ന് പറഞ്ഞ് നെഞ്ഞത്തടിച്ച് നിലവിളിക്കുകയാണ് ഇപ്പോൾ. ആരോപണം നിസ്സാരവൽക്കരിച്ച് രാഘവന് പ്രതിരോധം തീർക്കാനാണ് UDF നേതാക്കളുടെ ശ്രമം. കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിലെ ജനത മൂന്നാമത് തവണയും CMK രാഘവനെ തെരഞ്ഞെടുക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ അതിൽ വിറളി പൂണ്ടവരാണ് ഈ ആരോപണങ്ങൾ ഈ ജനങ്ങൾക്ക് മുൻപിൽ കെട്ടിച്ചമച്ച ഈ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത്. ആരോപണത്തോടുള്ള രാഘവന്റെ പ്രതികരണം ഇങ്ങനെ: പ്രചരണം ശക്തമായി പോകുന്നു, പ്ലീസ് എന്നെ ഇപ്പോൾ ഒഴിവാക്കണം. കാരണം ഞാൻ ഈ പ്രചരണം പ്ലീസ്. രാഘവനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചതിലൂടെ വിഷയം കൂടുതൽ സജീവമാക്കി നിർത്താനാണ് LDFന്റെ ശ്രമമെന്ന് വ്യക്തം. സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18 കോഴിക്കോട്. തിരഞ്ഞെടുപ്പിന്റെ വിശ്വാസ്യത ഉറപ്പാക്കാൻ 50% VVPAT രസീതുകൾ എണ്ണണമെന്ന നിലപാടിൽ ഉറച്ച് പ്രതിപക്ഷ പാർട്ടികൾ. ഫലമറിയാൻ 5 ദിവസം കാത്തിരിക്കേണ്ടി വന്നാൽ അതിന് തയ്യാറാണെന്ന് കാണിച്ച് പ്രതിപക്ഷ പാർട്ടികൾ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു. സത്യവാങ്മൂലം സുപ്രീം കോടതി നാളെ പരിഗണിക്കും. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ വിശ്വാസ്യത വ്യാപകമായി ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലാണ് പ്രതിപക്ഷ പാർട്ടികൾ സുപ്രീം കോടതിയെ സമീപിച്ചത്. 50% VVPAT രസീതുകൾ എണ്ണുന്നതിന് ഒരാഴ്ചയോളം സമയം വേണ്ടിവരുമെന്നും തെരഞ്ഞെടുപ്പ് പ്രക്രിയ കൂടുതൽ സങ്കീർണമാകുമെന്നുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട്. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിശ്വാസ്യത ഉറപ്പാക്കാൻ 50% VVPAT രസീതുകൾ എണ്ണണം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷം. ഫലമറിയാൻ 5 ദിവസം കാത്തിരിക്കേണ്ടി വന്നാൽ അതിന് തയ്യാറാണ് എന്ന് കാണിച്ച് പ്രതിപക്ഷ പാർട്ടികൾ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു. N. ചന്ദ്രബാബു നായിഡു ഉൾപ്പെടെ 21 പ്രതിപക്ഷ പാർട്ടി നേതാക്കളാണ് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചത്. ഉദ്യോഗസ്ഥരെ അധികമായി നിയോഗിച്ചാൽ 3 ദിവസത്തിനുള്ളിൽ 50% VVPAT എണ്ണിത്തിട്ടപ്പെടുത്താനാകും. 33% രസീതുകൾ 2 ദിവസത്തിനുള്ളിൽ എണ്ണിത്തിട്ടപ്പെടുത്താനാകുമെന്നും പ്രതിപക്ഷ പാർട്ടികൾ അവകാശപ്പെടുന്നു. സത്യവാങ്മൂലം സുപ്രീം കോടതി നാളെ പരിഗണിക്കും. KP അഭിലാഷ്, ന്യൂസ് 18 ഡൽഹി. BJPയെയും കോൺഗ്രസിനെയും വിമർശിച്ച മഹാസഖ്യ നേതാക്കളായ അഖിലേഷ് യാദവും മായാവതിയും. കോൺഗ്രസിന്റെയും BJPയുടെയും നയങ്ങൾ ഒന്നാണെന്ന് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് പറഞ്ഞു. അതിൽ മാറ്റം കൊണ്ടുവരാനാണ് ശ്രമമെന്നും അഖിലേഷ് അവകാശപ്പെട്ടു. BJPയെ നേരിടാൻ കോൺഗ്രസിന് കഴിയില്ലെന്നും മഹാസഖ്യത്തിന് മാത്രമേ അതിന് കഴിയൂ എന്നും BSP നേതാവ് മായാവതിയും പറഞ്ഞു. ഉത്തർപ്രദേശിലെ ദേവ്ബന്ദിൽ മഹാസഖ്യത്തിന്റെ ആദ്യ തിരഞ്ഞെടുപ്പ് റാലി അഭിസംബോധന ചെയ്യുകയായിരുന്നു ഇരു നേതാക്കളും. പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയെ കടന്നാക്രമിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തിരഞ്ഞെടുപ്പ് റാലി. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനു വേണ്ടി ഇന്ത്യയെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ഭക്തികൾക്കൊപ്പമാണ് മമതയെന്ന് മോദി ആരോപിച്ചു. കുച്ച് ബിഹാറിലെ തിരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു മോദി. ബംഗാളിൽ വികസനത്തെ പിന്നോട്ടടുപ്പിക്കുകയാണ് മമത. ശാരദ റോസ് വാലി ചിട്ടി തട്ടിപ്പുകളിലൂടെ മമതാ ബാനർജി ബംഗാളിനെ കളങ്കപ്പെടുത്തിയെന്നും മോദി പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസിന്റെ മുദ്രാവാക്യം പുറത്തിറക്കി. അബ് ഹോഗാ ന്യായ് എന്ന മുദ്രാവാക്യം പ്രചാരണ വിഭാഗം ചെയർമാൻ ആനന്ദ് ശർമ്മയാണ് പുറത്തിറക്കിയത്. ദരിദ്ര കുടുംബങ്ങൾക്ക് മിനിമം വരുമാനം ഉറപ്പാക്കുന്ന ന്യായ് പദ്ധതി ഉയർത്തിക്കാട്ടിയാണ് കോൺഗ്രസ് പ്രചാരണ ഗാനം. പ്രചാരണ ഗാനത്തിൽ നിന്നും ചില വരികൾ നീക്കം ചെയ്തിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശത്തെ തുടർന്നാണ് നീക്കം ചെയ്തത്. സാമുദായിക സൗഹാർദ്ദത്തെ ദോഷമായി ബാധിക്കുന്നവയെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ച വരികളാണ് നീക്കം ചെയ്തത്. മധ്യപ്രദേശ് മുഖ്യമന്ത്രി മുതിർന്ന കോൺഗ്രസ് നേതാവുമായ കമൽനാഥിന്റെ സഹായികളുടെയും ബന്ധുക്കളുടെയും വീട്ടിൽ ആദായ നികുതി വകുപ്പ് റെയ്ഡ്. ഹവാല കേസുമായി ബന്ധപ്പെട്ട് 50 ഇടങ്ങളിൽ നടത്തിയ റെയ്ഡിൽ 9 കോടി രൂപ കണ്ടെടുത്തതായാണ് സൂചന. റെയ്ഡ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. എല്ലാത്തിനെയും രാഷ്ട്രീയമായി കാണുന്നത് കോൺഗ്രസ് ശീലമാണെന്ന് BJP പ്രതികരിച്ചു. പുലർച്ചെ 3 മണിയോടെയാണ് കമൽനാഥിന്റെ സ്പെഷ്യൽ ഡ്യൂട്ടി ഓഫീസറായ പ്രവീൺ കാക്കറുടെ വിജയ് നഗറിലെ വസതിയിൽ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ റെയ്ഡിനെത്തിയത്.
പരിശോധനയിൽ 9 കോടി രൂപ കണ്ടെത്തിയെന്നാണ് റിപ്പോർട്ടുകൾ. മധ്യപ്രദേശ്, ഗോവ, ഡൽഹി എന്നിവിടങ്ങളിലായി 50 ഇടങ്ങളിൽ 300 ആദായനികുതി ഉദ്യോഗസ്ഥർ ഒരേ സമയം റെയ്ഡ് നടത്തി. കമൽനാഥിന്റെ അനന്തരവൻ, റതുൽപുരി, സഹായി, RK മിഗ്ലാനി എന്നിവരുടെ വസതികളിലും അമിര ഗ്രൂപ്പ്, മോസർ ബെയർ എന്നിവരുടെ ഓഫീസുകളിലും റെയ്ഡ് നടന്നു. റെയ്ഡ് രാഷ്ട്രീയ പ്രേരിതമെന്നാണ് കോൺഗ്രസ് പ്രതികരണം. सरकार लोकसभा के चुनाव के दरमियान लोगों को परेशान करने पर तुली हुई है, जिससे लोकसभा में उनको सीटें बढ़ जाए, लेकिन ऐसा नहीं होने वाला. हमारी सरकार जब राहुल जी के नेतृत्व में बनेगी तो अमित शाह जैसे लोगों के यहाँ पर भी हम छापे डलवाएंगे. റെയ്ഡ് ആദായനികുതി വകുപ്പിന് കിട്ടിയ വിവരപ്രകാരമാണ് എന്ന് BJPയുടെ മറുപടി. उसको पॉलिटिकल नहीं कहा जाता है. अगर IT डिपार्टमेंट के पास ये खबर होगी कि यहाँ पर गड़बड़ हो रहा है तो क्या वो इंतज़ार करेंगे कि नहीं ये किस पार्टी से संबंधित है, किस नेता से संबंधित है, किस राज्य से संबंधित है? इसका वो इंतज़ार नहीं करते हैं. കഴിഞ്ഞ ദിവസങ്ങളിൽ കർണാടകയിലെ കോൺഗ്രസ് JDS നേതാക്കളുടെയും ആന്ധ്രാപ്രദേശിലെ TDP നേതാക്കളുടെയും വസതികളിൽ റെയ്ഡ് നടത്തിയിരുന്നു. പ്രതികാര രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് റെയ്ഡുകളെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആരോപിച്ചിരുന്നു. KP അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. മസാല ബോണ്ടിലൂടെ SNC ലാവ്ലിൻ വീണ്ടും ചർച്ചയാക്കാൻ പ്രതിപക്ഷം. കനേഡിയൻ കമ്പനിയുമായുള്ള കരാർ വിവരങ്ങൾ പുറത്തുവിടണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം രംഗത്തെത്തി. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലടക്കം വിഷയം ചർച്ചയാവുന്നതോടെ പ്രതിരോധിക്കാൻ ഉറച്ചാണ് സർക്കാർ നീക്കം. അതേസമയം കിഫ്ബി മസാല ബോണ്ട് വ്യാപാരം തുടങ്ങുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെ ക്ഷണിച്ചു. പഴയ ലാവ്ലിൻ കാലം ഓർമ്മപ്പെടുത്തും വിധമാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. ലക്ഷ്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ. മസാല ബോണ്ട് വിൽപ്പനയുടെ വിശദാംശങ്ങൾ പുറത്തുവിടണമെന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. കരാറിൽ മുഖ്യമന്ത്രിയുടെ പങ്ക് എന്തായിരുന്നു എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യം. ബോണ്ട് ആർക്കും വാങ്ങാമെന്നിരിക്കെ കനേഡിയൻ കമ്പനി മാത്രം എങ്ങനെ വന്നു? കുറഞ്ഞ പലിശയിൽ വായ്പ കിട്ടുമെന്നിരിക്കെ 200 കോടിയുടെ ലാഭം കനേഡിയൻ കമ്പനിക്ക് ലഭ്യമാക്കാനാണ് സർക്കാർ ശ്രമിച്ചത്. കേരളത്തിൽ മസാല ബോണ്ട് വാങ്ങിക്കാനുള്ള തീരുമാനം കേരള ഗവൺമെന്റ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു വലിയ ദുരൂഹത നിറഞ്ഞിട്ടുള്ള ഒരു ഇടപാടാണ്. നിയമസഭയിൽ ഇന്ന് ധനകാര്യമന്ത്രി എന്നെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞു, അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു, ഞാനിതിനെ ആകാശകുസുമം, ഞാൻ ആകാശകുസുമം തന്നെയാണ് പറഞ്ഞത്. 6000 രൂപ കയ്യിൽ വെച്ചുകൊണ്ട് 50,000 കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപിക്കുന്നത് ആകാശകുസുമം അല്ലെങ്കിൽ പിന്നെ എന്താണ്? തെരഞ്ഞെടുപ്പ് കാലത്ത് സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന വിഷയത്തിൽ കരുതലോടെയാണ് LDFന്റെ നീക്കം. ബോണ്ടുകൾ വാങ്ങിയതിനെ SNC ലാവ്ലിനുമായി ബന്ധപ്പെടുത്തേണ്ടെന്നാണ് സർക്കാർ പക്ഷം. കിഫ്ബിയുടെ നേട്ടം ഇല്ലാതാക്കാൻ പ്രതിപക്ഷത്തിന്റെ പ്രചരണങ്ങൾ മാത്രമാണ് ഇപ്പോഴത്തേതെന്ന് സർക്കാർ വിശദീകരിക്കുന്നു. കിഫ്ബിയിലൂടെ പശ്ചാത്തല സൗകര്യ വികസനത്തിനായി ചെലവഴിക്കുമെന്നാണ്. 3 വർഷം തികഞ്ഞില്ല, ഇനി 2 വർഷത്തിലധികം ബാക്കി നിൽക്കുന്നു. ഇപ്പോ 42,000 രൂപയുടെ പദ്ധതികൾക്ക് അംഗീകാരം നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഇതിനിടെ കിഫ്ബി ബോണ്ട് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പുറത്തിറക്കുന്ന ചടങ്ങിലേക്ക് മുഖ്യമന്ത്രിക്ക് ക്ഷണം കിട്ടി. കിഫ്ബി വിവാദം തെരഞ്ഞെടുപ്പ് രംഗത്തും പ്രചരണ വിഷയമാവുന്നതോടെ നിരവധി ആരോപണ പ്രത്യാരോപണങ്ങൾക്കും ഇനി മുതൽ ഇത് വഴിവെക്കും. ന്യൂസ് 18, തിരുവനന്തപുരം. കിഫ്ബി മസാല ബോണ്ടുകൾ കനേഡിയൻ കമ്പനിക്ക് വിറ്റഴിച്ചതിൽ മുഖ്യമന്ത്രി മൗനം വെടിയണമെന്ന് കോൺഗ്രസ് നേതാവ് VD സതീശൻ. SNC ലാവ്ലിനുമായി ഇപ്പോഴും CPM നേതൃത്വത്തിന് ബന്ധമുണ്ട്. റിസർവ് ബാങ്ക് ബോണ്ടുകൾ വാങ്ങാൻ തയ്യാറുള്ളപ്പോൾ എന്തിന് വിദേശത്ത് പോയി? CDPQവിന് ലാവ്ലിനുമായി ബന്ധമുണ്ടെന്നും ലോകബാങ്ക് ലാവ്ലിനെ ഡീബാർ ചെയ്തിട്ടും എന്തിനാണ് നിക്ഷേപ സമാഹരണം എന്ന് വ്യക്തമാക്കണമെന്നും സതീശൻ ആവശ്യപ്പെട്ടു. SNC ലാവ്ലിനുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്തെ വിഷയങ്ങൾ ഇപ്പോഴും സുപ്രീം കോടതിയിൽ പെൻഡിംഗ് ആണ്. അതിനുശേഷം 2013 വേൾഡ് ബാങ്ക് SNC ലാവ്ലിനെയും അതിൻ്റെ അസോസിയേറ്റ് കമ്പനികളെയും 10 വർഷത്തേക്ക് ഡീബാർ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ അവരുമായി ബന്ധപ്പെട്ട അസോസിയേറ്റുകളെ മുഴുവൻ വേൾഡ് ബാങ്കിനെ പോലുള്ള ഒരു സ്ഥാപനം ഡീബാർ ചെയ്തിരിക്കുന്ന സാഹചര്യത്തിലും എന്തിനാണ് കേരള സർക്കാർ ഈ മസാല ബോണ്ട് വിൽപ്പനയുമായി SNC ലാവ്ലിന് ബന്ധമുള്ള അവരെ നിയന്ത്രിക്കുന്ന കമ്പനിയിൽ പോയത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഇതിൻ്റെ കിഫ്ബിയുടെ ചെയർമാൻ കൂടിയായ മുഖ്യമന്ത്രി തന്നെ അതിന് മറുപടി പറയണം. തിരുവനന്തപുരത്ത് വീണ്ടും കൊലപാതകം. വക്കത്ത് യുവാവിനെ ഇഷ്ടിക കൊണ്ട് തലക്കടിച്ചു കൊന്നു. വക്കം റൈറ്റർ വില സ്വദേശി കംസൻ എന്ന ബിനുവാണ് മരിച്ചത്. പ്രതി പിടിയിലായെന്നാണ് സൂചന. 1.5 മാസത്തിനിടെ ജില്ലയിൽ നടക്കുന്ന 4ാമത്തെ കൊലപാതകമാണിത്. ഇന്നലെ രാത്രി 11 മണിയോടെ വക്കം കണ്ണമംഗലം ക്ഷേത്രത്തിന് സമീപമായിരുന്നു സംഭവം.
11 വർഷം മുൻപ് സന്തോഷിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയാണ് ബിനു. ബിനുവും സന്തോഷും വധശ്രമം അടക്കമുള്ള നിരവധി കേസുകളിലെ പ്രതികളാണ്. വർഷങ്ങൾക്ക് ശേഷമാണ് ഇരുവരും നേർക്കുനേർ കണ്ടുമുട്ടിയത്. ഇതോടെ വാക്കുതർക്കം ആരംഭിച്ചു. ഇതിനിടെ സമീപത്ത് കിടന്ന ഇഷ്ടിക ഉപയോഗിച്ച് സന്തോഷ് കുമാർ ബിനുവിന്റെ തലക്കടിക്കുകയായിരുന്നു. ബിനുവിനെ നാട്ടുകാർ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. പ്രതി സന്തോഷ് കടക്കാവൂർ പോലീസിന്റെ കസ്റ്റഡിയിലായെന്നാണ് സൂചന. 1.5 മാസത്തിനിടെ തലസ്ഥാന ജില്ലയിൽ നടക്കുന്ന 4ാമത്തെ കൊലപാതകമാണ് ബിനുവിന്റേത്. പരിശോധനകൾ വ്യാപകമായി നടക്കുമ്പോഴും കൊലപാതകങ്ങൾ തടയാൻ പോലീസിന് കഴിയുന്നില്ലെന്ന ആക്ഷേപം ശക്തമാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. മലപ്പുറം എടപ്പാളിൽ നാടോടി ബാലികയ്ക്ക് നേരെ ക്രൂരമർദ്ദനം. പഴയ സാധനങ്ങൾ പെറുക്കുന്നതിനിടെ കെട്ടിട ഉടമയാണ് പെൺകുട്ടിയെ മർദ്ദിച്ചത്. നെറ്റിയിൽ മുറിവേറ്റ 10 വയസ്സുകാരിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കസ്റ്റഡിയിലെടുത്ത വട്ടംകുളം പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കൂടിയായ പ്രതി സി രാഘവനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം പോലീസ് കേസെടുത്തു. കാലങ്ങളായി എടപ്പാളിൽ താമസിക്കുന്നവരാണ് തമിഴ്നാട് സ്വദേശികളായ പെൺകുട്ടിയും കുടുംബവും. ഇന്ന് രാവിലെ അടുത്തുള്ള കെട്ടിടത്തിൽ പഴയ സാധനങ്ങൾ പെറുക്കാൻ പോയപ്പോഴാണ് മർദ്ദനമുണ്ടായത്. കുപ്പിയും പാട്ടയും നിറച്ച ചാക്കുകൊണ്ടാണ് പെൺകുട്ടിയെ മർദ്ദിച്ചതെന്ന് കൂടെയുള്ളവർ ആരോപിക്കുന്നു. ചെറിയൊരു ചാക്കിലെ കുറച്ച് കുപ്പി അതെല്ലാം ഉണ്ടായി, വേസ്റ്റ് സാധനം ഉണ്ടായി. അപ്പോൾ ആ പെണ്ണിനെ അവിടെ അടിച്ച് താലിട്ടിട്ട് ഈ കുട്ടീനെ ചാക്ക് പിടിച്ച് അടിച്ച് നെറ്റിലടിക്കപ്പോൾ മുറിവുണ്ടായി. അപ്പോൾ അവൻ ഇട്ടിട്ട് ഓടിപ്പോയത്. പെൺകുട്ടിയുടെ നെറ്റിയിൽ ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ട്. എടപ്പാൾ സർക്കാർ ആശുപത്രിയിലാണ് കുട്ടിക്ക് ചികിത്സ നൽകിയത്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പെൺകുട്ടിയെ ആശുപത്രിയിൽ സന്ദർശിച്ചു. ഒരു കുട്ടിയുടെ മരണം നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം നടപടികൾ, ഇത്തരം കാര്യങ്ങളിൽ ശക്തമായ പോലീസ് നടപടി ഉണ്ടാകണം. പെൺകുട്ടി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ആക്രമിച്ചയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കെട്ടിടത്തിന്റെ ഉടമ വട്ടംകുളം പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സി രാഘവനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇയാൾ CPM ഏരിയ കമ്മിറ്റി അംഗമാണ്. ന്യൂസ് 18 മലപ്പുറം. തൊടുപുഴയിൽ അമ്മയുടെ സുഹൃത്തിന്റെ ക്രൂരമർദ്ദനമേറ്റ് 7 വയസ്സുകാരൻ കൊല്ലപ്പെട്ട കേസിൽ അമ്മയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തും. മൊഴി രേഖപ്പെടുത്തുന്നതിനുള്ള കൌൺസിലിംഗ് പുരോഗമിക്കുകയാണ്. മരിച്ച കുട്ടിയുടെ അനുജന്റെ സംരക്ഷണ ചുമതല വിട്ടുനൽകണമെന്നാവശ്യപ്പെട്ട് അച്ഛന്റെ ബന്ധുക്കൾ രംഗത്തെത്തി. പ്രതി അരുൺ ആനന്ദിന്റെ ക്രൂരമർദ്ദനത്തിൽ പരിക്കേറ്റ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ പ്രതിയെ സംരക്ഷിക്കുന്ന നിലപാടാണ് അമ്മ സ്വീകരിച്ചത്. തുടർന്ന് ഇരുവരുടെയും ഇടപെടലിൽ വിദഗ്ധ ചികിത്സ ലഭിക്കുന്നത് 1.5 മണിക്കൂറോളം വൈകുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് കേസിൽ അമ്മയെ കൂടി പ്രതി ചേർക്കേണ്ടതുണ്ടോ എന്ന് പോലീസ് ആലോചിക്കുന്നത്. ആദ്യഘട്ടത്തിൽ പ്രതിയെ സംരക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും പിന്നീട് നൽകിയ മൊഴിയിൽ അമ്മ അരുൺ ആനന്ദിനെ തള്ളിപ്പറഞ്ഞു. അമ്മയ്ക്ക് മാനസികരോഗ വിദഗ്ധന്റെ നേതൃത്വത്തിലുള്ള കൗൺസിലിംഗ് നൽകി വരികയാണ്. ഇത് പൂർത്തിയാവുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തിയേക്കുമെന്നാണ് സൂചന. ഇതിനുശേഷം മജിസ്ട്രേറ്റിന് മുന്നിൽ രഹസ്യമൊഴി രേഖപ്പെടുത്തും. അതേസമയം അമ്മയുടെയും അമ്മുമ്മയുടെയും കൂടെ കഴിയുന്ന ഇളയ കുട്ടിയെ വിട്ടുനൽകണമെന്നാവശ്യപ്പെട്ട് കുട്ടികളുടെ അച്ഛൻ്റെ ബന്ധുക്കൾ ശിശുക്ഷേമ സമിതിക്ക് കത്ത് നൽകി. കുട്ടികളുടെ അച്ഛൻ 8 മാസം മുമ്പ് മരിച്ചു പോയിരുന്നു. അമ്മയുടെ പക്കൽ 4 വയസ്സുകാരൻ സുരക്ഷിതനായിരിക്കില്ലെന്ന് കുടുംബം ആശങ്കപ്പെടുന്നു. വിഷയത്തിൽ ഉടൻ തീരുമാനമെടുക്കുമെന്ന് ജില്ലാ ശിശുക്ഷേമ സമിതി അറിയിച്ചു. ആ അപേക്ഷയെ സംബന്ധിച്ച് പഠിക്കുന്നതിനും അവർക്ക് ഇത് കൊടുക്കാവുന്നതാണോ എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതിനും തിരുവനന്തപുരം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് ഇടുക്കി ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് വഴി നമ്മൾ ആ അപേക്ഷ ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. അവരുടെ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം ഈ കുട്ടിയുടെ മാതാവിൻ്റെ മാതാവിനെയും അവർക്ക് പറയാനുള്ളതും കൂടെ കേട്ടതിന് ശേഷം മാത്രമേ ഒരു തീരുമാനം എടുക്കാമൂ. അമ്മയുടെ സുഹൃത്തിന്റെ ക്രൂരമർദ്ദനത്തെ തുടർന്ന് അതീവ ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന 7 വയസ്സുകാരൻ ഇന്നലെയാണ് മരണത്തിന് കീഴടങ്ങിയത്. കോട്ടയം മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ മൃതദേഹം സംസ്കരിച്ചു. ന്യൂസ് 18 തൊടുപുഴ. ബലാത്സംഗ കേസിൽ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ കുറ്റപത്രം സമർപ്പിക്കുന്ന ദിവസം പ്രാർത്ഥനാ ദിനമായി ആചരിക്കാൻ ജലന്ധർ രൂപത. കേസിൽ സത്യം പുറത്തുവരാൻ എല്ലാവരും പ്രാർത്ഥിക്കണമെന്നും വിശ്വാസികൾക്കും വൈദികർക്കും അയച്ച സന്ദേശത്തിൽ രൂപത ആവശ്യപ്പെട്ടു. ചൊവ്വാഴ്ചയാണ് കേസിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത്. കേസ് അന്വേഷിക്കുന്ന പ്രത്യേക സംഘം കുറ്റപത്രം തയ്യാറാക്കി 1 മാസത്തിന് ശേഷമാണ് DGP കോടതിയിൽ സമർപ്പിക്കാൻ അനുമതി നൽകിയത്. കുറ്റപത്രം സമർപ്പിക്കാൻ വൈകുന്നുവെന്നാരോപിച്ച് കന്യാസ്ത്രീകൾ സമരം ആരംഭിക്കാനിരിക്കെയാണ് കുറ്റപത്രം സമർപ്പിക്കാൻ അനുമതി നൽകിയത്. കുറ്റപത്രം സമർപ്പിക്കുന്ന ദിവസം പ്രാർത്ഥനാ ദിനമായി ആചരിക്കാനാണ് ജലന്ധർ രൂപതയുടെ തീരുമാനം. അഡ്മിനിസ്ട്രേറ്റർ ആഗ്നേലോ ഗ്രേഷ്യസാണ് ഇത് സംബന്ധിച്ച സന്ദേശം നൽകിയിരിക്കുന്നത്. എന്നാൽ കേസിൽ സത്യം പുറത്തുവരാൻ എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് മാത്രമാണ് സന്ദേശത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ദിവസങ്ങൾക്ക് മുമ്പ് ഫ്രാങ്കോ മുളയ്ക്കലിന്റെ വിശ്വസ്തനായ ഫാദർ ആന്റണി മാടശ്ശേരിയെ കള്ളപ്പണക്കേസുമായി ബന്ധപ്പെട്ട് പോലീസ് പിടികൂടിയിരുന്നു. 9,66,00,000 രൂപയാണ് അന്ന് പോലീസ് പിടിച്ചെടുത്തത്.
കന്യാസ്ത്രീയെ ബലാത്സംഗം ചെയ്ത കേസിൽ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ പ്രതിയായപ്പോൾ ഫാദർ ആന്റണി മാടശ്ശേരി അടക്കമുള്ളവരാണ് പിന്തുണ പ്രഖ്യാപിച്ച് ഒപ്പം നിന്നത്. KP അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ശ്രീധന്യയ്ക്ക് ജന്മനാടിന്റെ ആദരം. കളക്ടറേറ്റിൽ നടന്ന പ്രത്യേക ചടങ്ങിൽ ഗവർണർ P. സദാശിവം ശ്രീധന്യയെ അഭിനന്ദിച്ചു. കുറിച്യ വിഭാഗത്തിൽപ്പെട്ട ശ്രീധന്യയെ ഗോത്രാചാരങ്ങളോടെയായിരുന്നു ബന്ധുക്കൾ വരവേറ്റത്. പൊരുതി നേടിയ വിജയത്തിന്റെ തിളക്കവുമായി പൊഴുതന ഇടിയമ്പയൽ അമ്പലക്കൊല്ലി കോളനിയിലെ വീട്ടിലേക്ക് ശ്രീധന്യ എത്തി. മകളുടെ നേട്ടത്തിന് കുലദൈവങ്ങൾക്ക് നന്ദി പറഞ്ഞ് അച്ഛൻ സുരേഷിന്റെ പൂജ. നേദിച്ച അരിയും പൂവും എറിഞ്ഞ് സുരേഷിനൊപ്പം നാട്ടുകാരും ബന്ധുക്കളും ധന്യയ്ക്ക് ആശീർവാദം ചൊരിഞ്ഞു. വിജയത്തിന് കരുത്തായവരോടൊക്കെ കടപ്പാടുണ്ടെന്ന് ശ്രീധന്യ. സന്തോഷമുണ്ട്. ഞാൻ ഇത്ര ആൾക്കാരൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. എല്ലാവരും എത്തി. നൈബേഴ്സ് ഉണ്ട്, MLA ഉണ്ട്, പ്രസാദേട്ടനുണ്ട്, ബാക്കി ഇവിടുത്തെ പ്രമുഖരെല്ലാവരും ഉണ്ട്. പ്രതീക്ഷിച്ചില്ല ഇതൊന്നും. ഒരുപാട് നാളത്തെ അധ്വാനത്തിന്റെ ഫലമാണ്. എല്ലാവർക്കും നന്ദി. കളക്ടറേറ്റിൽ നടന്ന പ്രത്യേക ചടങ്ങിൽ ഗവർണർ P. സദാശിവം ശ്രീധന്യയെ അഭിനന്ദിച്ചു. വിദ്യാഭ്യാസത്തെക്കുറിച്ചും നാടിന്റെ പിന്നോക്കാവസ്ഥയെക്കുറിച്ചുമെല്ലാം ചോദിച്ചറിഞ്ഞു. ഒപ്പം രാഷ്ട്രീയ ഭേദമില്ലാതെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് ഉപദേശവും. We are all public servants. Our main duty is to do more help to the public. We are not concerned about which party is in power. No sir, impartiality. That is important. സിവിൽ സർവീസ് നേടിയ മിടുക്കിയെ അഭിനന്ദിക്കാൻ നാട്ടുകാരും ജനപ്രതിനിധികളും അമ്പലക്കൊല്ലി കോളനിയിലെ വീട്ടിലേക്ക് എത്തുകയാണ്. ക്യാമറമാൻ വിനോദ് കുമാറിനൊപ്പം അശ്വിൻ വല്ലത്ത്, ന്യൂസ് 18, വയനാട്. കോഴിക്കോട് പയ്യോളി അയനിക്കാട് ദേശീയപാതയോരത്തുള്ള ആക്രിക്കടയിൽ വൻ തീപിടുത്തം. ഇതേ തുടർന്ന് ദേശീയപാതയിൽ ഈ ഭാഗത്ത് ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. അഗ്നിശമന സേന തീയണയ്ക്കാനുള്ള ശ്രമം തുടരുന്നു. അഗ്നിബാധയ്ക്കുള്ള കാരണം വ്യക്തമല്ല. ഇനി മറ്റു തിരഞ്ഞെടുപ്പ് വാർത്തകൾ. കോൺഗ്രസ് കേന്ദ്രത്തിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായാലും അധികാരത്തിൽ വരണമില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. VP സിംഗ്, ദേവഗൌഡ എന്നിവർ പ്രധാനമന്ത്രിമാരായത് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായതുകൊണ്ടല്ല. കൂട്ടത്തോടെ BJPയിലേക്ക് പോകുന്ന കോൺഗ്രസുകാരെ എങ്ങനെ വിശ്വസിക്കാൻ കഴിയുമെന്നും കൊല്ലം പ്രസ് ക്ലബിന്റെ ജനവിധി 2019 കോടിയേരി ചോദിച്ചു. 1989 VP സിംഗ് പ്രധാനമന്ത്രിയായത്. VP സിംഗിന്റെ പാർട്ടി ലോകസഭയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായതുകൊണ്ടല്ല. 96 ദേവഗൌഡയുടെ പാർട്ടി ലോകസഭയിലെ ഏറ്റവും വലിയ കക്ഷിയായതുകൊണ്ടല്ല ദേവഗൌഡയെ മന്ത്രിസഭ രൂപീകരിക്കാൻ രാഷ്ട്രപതി ക്ഷണിച്ചത്. ഈ വസ്തുതകളെല്ലാം അറിയുന്ന ജനങ്ങളെ കബളിപ്പിക്കാൻ ബോധപൂർവ്വം നടത്തുന്ന പ്രചാരവേലയാണ് AK ആന്റണി നടത്തുന്ന ഈ പ്രചരണ പരിപാടി. RSP രൂക്ഷമായി വിമർശിച്ച CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. ഇരട്ടമുഖമുള്ള പാർട്ടിയാണ് RSP എന്ന് സീതാറാം യെച്ചൂരി ആരോപിച്ചു. ബംഗാളിൽ ഇടതുപക്ഷത്തിനൊപ്പവും കേരളത്തിലെതിരായും നിൽക്കുന്ന ഇരട്ട നിലപാട് RSP വിശദീകരിക്കണമെന്നും സീതാറാം യെച്ചൂരി ആവശ്യപ്പെട്ടു. ബംഗാളിലും ദേശീയ തലത്തിലും ഇടതുപക്ഷത്തിനൊപ്പമാണ് RSP. എന്നാൽ കേരളത്തിൽ ഇടതുവിരുദ്ധ ചേരിയായ UDF-നൊപ്പവും. ഇത് ഇരട്ട നിലപാടാണെന്നാണ് CPM ഉയർത്തുന്ന വിമർശനം. So you can't have a situation where they will make deals with the same right-wing forces in Kerala and call for the defeat of the right-wing in India. NK പ്രേമചന്ദ്രനെതിരായ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കിയതോടെയാണ് CPM-ഉം RSP-യും വാക്പോർ ആരംഭിച്ചത്. ഇതിനിടയിലാണ് രൂക്ഷ വിമർശനവുമായി CPM ജനറൽ സെക്രട്ടറിയും രംഗത്തെത്തിയത്. കേരളത്തിൽ ഇടതുപക്ഷത്തെ വഞ്ചിച്ചാണ് RSP കോൺഗ്രസിനൊപ്പം പോയതെന്നും ഇരട്ട നിലപാടിൽ വിശദീകരണം നൽകേണ്ടത് RSP നേതൃത്വമാണെന്നും സീതാറാം യെച്ചൂരി പറഞ്ഞു. So they'll have to explain if they are doing this sort of a deal making, which we know that the UDF has done in the past. UDF-നെതിരെയാണ് കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ പ്രചരണം. ഇടതുപക്ഷം കേരളത്തിലെ 20 സീറ്റിലും ജയിക്കുമെന്നും സീതാറാം യെച്ചൂരി പറഞ്ഞു. ന്യൂസ് 18 കൊല്ലം. ന്യൂസ് 18 നേതാ ആപ് സർവേ. ന്യൂസ് 18-ഉം നേതാ ആപ്പും സംയുക്തമായി ഒരുക്കുന്ന തിരഞ്ഞെടുപ്പ് അഭിപ്രായ വോട്ടെടുപ്പിലെ ഇന്നത്തെ ചോദ്യം ഇതാണ്: അയ്യപ്പന്റെ പേര് സുരേഷ് ഗോപി പ്രചാരണത്തിന് ഉപയോഗിച്ചത് ന്യായീകരിക്കാമോ? നിങ്ങളുടെ അഭിപ്രായം നേതാ ആപ്പിലൂടെ രേഖപ്പെടുത്താം.